നമസ്കാരം. സ്പിരിച്വൽ മലയാളം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഭക്തിയിലൂടെ ദൈവാനുഭവം നേടാൻ നിരവധി മാർഗങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പ്രസിദ്ധമായത് നവവിധ ഭക്തി, ഭക്തിയുടെ 9 രൂപങ്ങൾ. 1. ശ്രവണവും. ഭഗവാന്റെ മഹത്വം, കഥകൾ, ലീലകൾ എന്നിവ ശ്രദ്ധയോടെ കേൾക്കുക. ശ്രവണത്തിലൂടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു. 2. കീർത്തനം. ദൈവത്തിന്റെ നാമവും ഗുണങ്ങളും പാടി മറ്റുള്ളവരിലേക്ക് ഭക്തിയെ പ്രചരിപ്പിക്കുക. 3. സ്മരണം. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുക. 4. പാദസേവനം. ക്ഷേത്രത്തിൽ സേവനം ചെയ്യുക, ഭക്തരെ സേവിക്കുക, ദൈവത്തിന്റെ പാദങ്ങളെ പൂജിക്കുക. 5. അർച്ചനം. പൂക്കൾ, ദീപം, നൈവേദ്യം എന്നിവ അർപ്പിച്ച് ഭക്തി പ്രകടിപ്പിക്കുക. 6. വന്ദനം. വിനയത്തോടെ ഭഗവാനോട് നമസ്കരിക്കുക, ഹൃദയത്തോടെ പ്രണാമം ചെയ്യുക. 7. ദാസ്യം. സ്വയം ഭഗവാന്റെ അടിയനായി കരുതി സേവാഭാവത്തോടെ ജീവിക്കുക. 8. സഖ്യം. ദൈവത്തെ സുഹൃത്തിനായി കരുതി ആത്മാർത്ഥമായി സംസാരിക്കുക, ബന്ധം പുലർത്തുക. 9. ആത്മനിവേദനം. സ്വന്തം ശരീരം, മനസ്സ്, ആത്മാവെല്ലാം ഭഗവാന് സമർപ്പിക്കുക. ഭക്തി ഏതു രൂപത്തിലായാലും ലക്ഷ്യം ഒരേയൊരു ദൈവാനുഭവത്തിലേക്ക് എത്തുക. നമുക്ക് ഭക്തിയുടെ ഈ 9 വഴികളിലൂടെയും ഹൃദയം നിറഞ്ഞ ഭക്തിയോടെ മുന്നോട്ടു പോവാം.